നമസ്കാരം. മഴ തുടരുകയാണ് 9-ാം ദിവസവും. ഇന്നും ആകെയുള്ള 14 ജില്ലകളിൽ 8-ലും അതാത് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സെക്കൻഡ് സാറ്റർഡേ എന്ന നിലയിൽ ഇങ്ങനൊരു അവധി പ്രഖ്യാപനത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് അറിയില്ല. എങ്കിലും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, തൃശ്ശൂർ, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി തുടർച്ചയായി 2 ദിവസം അവധിയിൽ നിന്നും ഒഴിഞ്ഞത് ആശ്വാസകരമാണ്. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി മുതൽ ഈ 9-ാം ദിവസം വരെ പത്തനംതിട്ടയും കോട്ടയവും പ്രളയത്തിൻ്റെയും മഴയുടെയും ദുരിതക്കയത്തിൽ തന്നെയാണ്. തിരുവനന്തപുരവും കൊല്ലവും ഇതുവരെ അവധിയിൽ പ്രവേശിച്ചില്ലെങ്കിലും ഇന്ന് തിരുവനന്തപുരത്ത് കാര്യമായി മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. 440 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 41,773 പേർ താമസിക്കുമ്പോൾ 70 വീടുകൾ പൂർണ്ണമായും 764 വീടുകൾ ഭാഗികമായും തകർന്നതായി സർക്കാർ കണക്ക് വ്യക്തമാക്കുന്നു. 28 പേരാണ് ഈ ദുരിതപ്പാച്ചിലിൽ മരിച്ചത്. 4 പേരെക്കുറിച്ച് വിവരമൊന്നുമില്ല. ഇതിനിടയിൽ മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചയാവുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും തമിഴ്നാട്ടിലെ തേനി പ്രദേശത്തെ 40,000-ലധികം വരുന്ന ഹെക്ടറിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി വെള്ളം സാധാരണ കൊണ്ടുപോകുന്നത് ജൂണിലാണ്. ഇക്കുറി മഴ കുറവായതുകൊണ്ട് ഇതുവരെ കൊണ്ടുപോയില്ല. മഴ ശക്തിപ്പെട്ടതോടെ ഇന്നു മുതൽ മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് വെള്ളം കൊണ്ടുപോകും. സെക്കൻഡിൽ 200 ഘനയടി വെള്ളമായിരിക്കും ദിവസവും അവർ കൊണ്ടുപോകുന്നത്. മധുര കോർപ്പറേഷന്റെ കുടിവെള്ള ആവശ്യത്തിന് വേണ്ടി സെക്കൻഡിൽ 150 ഘനയടി വെള്ളവും കൊണ്ടുപോകും എന്ന് തമിഴ്നാട് അറിയിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഇന്ന് തുറക്കുന്നു എന്ന വാർത്തയുടെ യഥാർത്ഥ കാരണം ഇതാണ്. പലരും ഇത് കേട്ട് ആശങ്കപ്പെട്ടിരുന്നു. പെരിയാറിലേക്ക് ഒഴുകുന്ന തരത്തിലുള്ള ഷട്ടറുകളല്ല തുറക്കുന്നത്, നേരെ മറിച്ച് തമിഴ്നാടിന് വെള്ളം കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഷട്ടറുകളാണ് തുറക്കുന്നത്. മാത്രമല്ല അപകടകരമായ നിലയിലേക്ക് ജലനിരപ്പ് ഉയർന്നിട്ടുമില്ല. ഇതിനിടയിൽ കേരളം വീണ്ടും ചതിക്കപ്പെട്ടു എന്ന് തെളിയിക്കുന്ന പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നു. എക്കാലത്തും മുല്ലപ്പെരിയാറിൽ കേരളം ചതിക്കപ്പെടുകയായിരുന്നു. കേരളം ഒരിക്കൽ പോലും ഇവിടെ നേരിടുന്ന പ്രതിസന്ധിയെ സുപ്രീം കോടതിയുടെയോ സർക്കാരിൻ്റെയോ മുമ്പിൽ പെടുത്തിയിട്ടില്ല. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അനേകം ജില്ലകൾക്ക് ജീവശ്വാസം പോലെ അവരുടെ കൃഷിയെ നിലനിർത്തുന്നത് മുല്ലപ്പെരിയാറിലെ വെള്ളമാണ്. അതുകൊണ്ട് ആ വെള്ളത്തിന് തടസ്സമുണ്ടാവാൻ ഇടയുള്ള ഒന്നും അവർ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഈ അണക്കെട്ട് അവരുടെ അവകാശമാക്കി മാറ്റാൻ അവർ ഏതറ്റം വരെ പോകും. അതിനുവേണ്ടി അവർ എന്തു വേണമെങ്കിലും ചെയ്യും. അവർ സുപ്രീം കോടതിയിലും കേന്ദ്ര സർക്കാരിലുമൊക്കെ പോയി പതിറ്റാണ്ടുകളായി നിയമ പോരാട്ടം നടത്തുന്നത് കാശ് മുടക്കിയാണ്. കേരളം ഈ നിയമ പോരാട്ടത്തിലൊക്കെ അവരുടെ കേസിൻ്റെ മറുഭാഗത്ത് ഡിഫൻസുമായി ആരെയെങ്കിലും അയക്കുന്നു എന്നല്ലാതെ കേരളം ഇന്നേ വരെ ഇവിടുത്തെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ മുല്ലപ്പെരിയാറിൻ്റെ പഴക്കവുമായി ബന്ധപ്പെട്ട സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു കേസ് നടത്തിയിട്ടില്ല. അങ്ങനെ ചില കേസുകളൊക്കെ വന്നതും സുപ്രീം കോടതി കേരളത്തിന് അനുകൂലമായി പ്രതികരിച്ചതുമൊക്കെ ചില സ്വകാര്യ വ്യക്തികൾ ആശങ്കയോടുകൂടി കോടതിയെ സമീപിച്ചപ്പോഴാണ്. എക്കാലത്തും കേരളത്തിലെ ഭരണാധികാരികൾ കേരളത്തെ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തമിഴ്നാട് വളരെ വൈകാരികമായി വിഷയത്തെ കരുതുന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ മാറി മാറി വരുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് കപ്പം കൊടുത്തും തമിഴ്നാട്ടിൽ ഇവരുടെ ബന്ധുക്കൾക്ക് ഭൂമി കൊടുത്തുമൊക്കെ ഇവരെ ചാക്കിലാക്കിയിരുന്നു. അത് എക്കാലത്തും തുടർന്നിട്ടുണ്ട്. ഫലപ്രദമായി അതിനെ പ്രതിരോധിക്കാൻ കേരളത്തിൽ ഒരു ഭരണാധികാരിക്കും കഴിഞ്ഞിട്ടില്ല. ജലവിഭവശേഷി വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചതിലെ വലിയൊരു അപകടം നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന് പറഞ്ഞപ്പോൾ 142 അടിയിൽ കൂടുതൽ ഉയർത്താൻ സമ്മതിക്കില്ല എന്നായിരുന്നു അടിവരയിട്ട് മോൻസ് ജോസഫ് പറഞ്ഞുകൊണ്ടിരുന്നത്. വാസ്തവത്തിൽ 136-ൽ നിന്നും 142-ലേക്ക് സുപ്രീം കോടതി അനുമതി കൊടുത്തപ്പോഴും കേരളത്തിൻ്റെ ആശങ്ക കണക്കിലെടുത്ത് ആ 142-ലേക്ക് എത്താതിരിക്കാൻ തമിഴ്നാട് ശ്രമിച്ചിരുന്നു. ഇക്കുറി മോൻസ് ജോസഫ് 142-ന് അനുമതി അങ്ങ് കൊടുത്തിട്ട് പറയുക അതിന് മുകളിലേക്ക് ഉയർത്താൻ കഴിയില്ലെന്ന്. അതിനേക്കാൾ അപകടം പിടിച്ച ഒരു അഭിപ്രായം മോൻസ് ജോസഫ് ഇന്നലെ പറഞ്ഞിരുന്നു. അതിലുപരിയായി ഈ 142 അടിയിൽ നിജപ്പെടുത്തിയിരിക്കുന്ന മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് അത് കേരളത്തിന്റെ കൂടി താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്ന ഒരു നിലപാടാണ്. അതിന് മാറ്റം വരുത്താൻ ഇപ്പോൾ കേരളത്തിനോ തമിഴ്നാടിനോ അവകാശമില്ല. അതുകൊണ്ട് 2 സംസ്ഥാനങ്ങൾക്കും സ്വീകാര്യമായ നിലപാടുകൾ സുപ്രീം കോടതി പരിശോധിച്ച് ഇക്കാര്യത്തിൽ തീർപ്പുണ്ടാകണം എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ ആവശ്യം. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടും കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടും ഇക്കാര്യങ്ങളിൽ കേരളത്തിൻ്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഉറച്ച നിലപാട്. എന്താണ് മോൻസ് ജോസഫ് പറഞ്ഞത്? കേരളത്തിൻ്റെ കൂടി താല്പര്യം പരിഗണിച്ചാണ് 142 അടിയിലേക്ക് ജലനിരപ്പ് ഉയർത്തിയതെന്ന്. ഇതാണ് ഒരു മന്ത്രിയുടെ നിലപാട്. 136-ൽ നിന്നും 142-ലേക്ക് ഉയർത്തരുത്, അത് അപകടമാണ് എന്നാണ് കേരളം പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ 142-ലേക്ക് ഉയർത്തിയത് കേരളത്തിൻ്റെ കൂടി താല്പര്യം പരിഗണിച്ചാണ് എന്നൊരു മന്ത്രി പറയണമെങ്കിൽ
ഒന്നുകിൽ ഈ മന്ത്രി തമിഴ്നാടിൻ്റെ ചതിയുടെ ഭാഗമായിരിക്കുന്നു, അല്ലെങ്കിൽ ഈ മന്ത്രിക്ക് തൻ്റെ വകുപ്പിന് കീഴിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ചൊരു ധാരണയുമില്ല. ഇത് തുറന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത്തരത്തിലുള്ള ചതികൾ കണ്ടാണ് നമ്മൾ വളർന്നിരിക്കുന്നത്. ആ ചതികൾ നിരന്തരം നമ്മൾ കാണുമ്പോൾ നമ്മുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ മന്ത്രിമാർക്ക് താല്പര്യമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ ഇതെങ്ങനെ സംശയിക്കാതിരിക്കും? നോക്കൂ, അതിനേക്കാൾ ഭയപ്പെടുത്തുന്ന ഒരു ചതിയുടെ വിവരം. 2021 കേരളത്തിൻ്റെ സുരക്ഷാ ആശങ്ക കണക്കിലെടുത്തുകൊണ്ട് CDSE കമ്മിറ്റി എന്നൊരു കമ്മിറ്റിക്ക് സുപ്രീം കോടതി രൂപം കൊടുക്കുന്നു. കോംപ്രിഹെൻസീവ് ഡാം സേഫ്റ്റി ഇവാലുവേഷൻ കമ്മിറ്റിയാണ്. ഇതിലേക്ക് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും കേന്ദ്രത്തിൻ്റെയും പ്രതിനിധികൾ എത്തുന്നു. ഇവരെല്ലാം കൂടി ചേർന്ന് വേണം ഈ അണക്കെട്ടിന്റെ സേഫ്റ്റി പരിശോധിക്കാനും ഉറപ്പാക്കാനും. കേന്ദ്ര ജലവിഭവ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന TK ശിവരാജനെയാണ് കേരളം ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നത്. കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ, കേരളത്തിന്റെ സുരക്ഷാ വിഷയം ഈ കമ്മിറ്റിയോട് പറയാനൊക്കെ കേരളം ചുമതലപ്പെടുത്തി TK ശിവരാജനെ ആയിരുന്നു. ഈ TK ശിവരാജനെ കഴിഞ്ഞ ദിവസം തമിഴ്നാട് അവരുടെ ഡാം സേഫ്റ്റി കമ്മീഷണറെ നിയോഗിച്ചിരിക്കുന്നു. ആ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നോക്കുക, ഇയാൾ പണി ചെയ്യാത്തത് കൊണ്ട് കേന്ദ്ര സർക്കാർ ഇയാളെ ഒഴിവാക്കിയിട്ട് മറ്റൊരാളെ വെച്ചിരുന്നു. റൂർക്കി IIT നിന്നും ഒരാളെ പ്രതിനിധിയായി വെച്ചിരുന്നു. അന്ന് ഇയാളെ നീക്കം ചെയ്തതിന്റെ പേരിൽ പിണറായിയുടെ സർക്കാർ പ്രതിഷേധിച്ചു, ബഹളം വെച്ചു. എന്തിനാണ് ഇയാൾ നീക്കം ചെയ്തത് എന്ന് പിണറായിയും കൂട്ടരും ചോദിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ ഇയാൾ നീക്കം ചെയ്തത് എന്തിനാണെന്ന്? ഇയാൾക്ക് തമിഴ്നാടിന് താല്പര്യമായിരുന്നു പ്രാധാന്യം. അതുകൊണ്ടാണ് ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ കേരളത്തെ സഹായിക്കാൻ വേണ്ടി അയാളെ മാറ്റിയത്. അയാളെ മാറ്റിയപ്പോൾ എന്തിനാണ് കേരളം ബഹളം വെച്ചത്? എന്തിനാണ് പിണറായി ബഹളം വെച്ചത്? എന്തുകൊണ്ടാണ് ഇക്കാര്യം ഇപ്പോഴത്തെ ഭരണപക്ഷം പോലും ചൂണ്ടിക്കാണിക്കാത്തത്? കാരണം ഇവർക്കെല്ലാം ഒരേ താല്പര്യമാണ്. ഈ മന്ത്രി മോൻസ് ജോസഫ് കേരളത്തെ സഹായിക്കാൻ വേണ്ടി അണക്കെട്ടിൽ ജലനിരപ്പ് 142 ഉയർത്തി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പിണറായി വിജയൻ ശിവരാജൻ എന്ന് പറയുന്ന തമിഴ്നാടിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഉദ്യോഗസ്ഥനെ ഈ അണക്കെട്ട് സുരക്ഷാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. അയാളെ കേന്ദ്രം മാറ്റിയപ്പോൾ ബഹളം വെച്ചതും അതുകൊണ്ടാണ്. നോക്കൂ, ഇത് വലിയ ചതിയാണ്. കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ, കേരളത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ശിവരാജൻ എന്ന് പറയുന്ന ഒരാളെ പിണറായി സർക്കാർ നിയോഗിക്കുന്നു. അയാളെ പിന്നീട് കേന്ദ്രം മാറ്റുന്നു. അയാൾ തമിഴ്നാടിന്റെ ഡാം സുരക്ഷാ ഉദ്യോഗസ്ഥനെ നിയമിക്കപ്പെടുന്നു. ഇപ്പോൾ ഇത്തരത്തിലുള്ള ചതികളാണ് എക്കാലത്തും കേരളം നേരിട്ടത്. നോക്കുക, ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 131 വർഷം പഴക്കമുണ്ട്. ഒരു ഡാമിനും 131 വർഷം ആയുസ് കൊടുക്കാൻ ആർക്കും കഴിയില്ല. ശാസ്ത്രീയ പഠന റിപ്പോർട്ടുകൾ പണ്ടേ വന്നതാണ്. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അടിയിൽ വലിയ അള്ളുകൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇതിന്റെ ചെളി പോലും ആരും നീക്കം ചെയ്തിട്ടില്ല. ഇത് ഒരു വിധത്തിൽ അങ്ങനെ നിൽക്കുന്നതാണ്. അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായാൽ അത് തകർന്നു പോകും. ഈ 131 വർഷം ഇതിന് ആയുസ് നിർമ്മിച്ചവർ കൊടുത്തിട്ടില്ല. ഒരണക്കെട്ടും 60 വർഷത്തിനപ്പുറത്തേക്ക് നീട്ടരുത് എന്നാണ് പല പഠന റിപ്പോർട്ടുകളും പറയുന്നത്. 131 വർഷമാവുന്ന ഈ അണക്കെട്ട് വലിയ ദുരന്തമുണ്ടാക്കും എന്ന് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വിദഗ്ധർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തമിഴ്നാടിന് വെള്ളം എന്ന് പറയുന്നൊരു ആശങ്കയുണ്ട്. ആശങ്ക പരിഹരിക്കാൻ കേരളത്തെ വിശ്വാസത്തിലെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവരെ ഞാൻ കുറ്റം പറയില്ല. കാരണം ഈ അണക്കെട്ടിൽ നിന്ന് കിട്ടുന്ന വെള്ളമാണ് അവരുടെ കാർഷിക സമ്പദ് വ്യവസ്ഥ നിലനിർത്തുന്നത്. അവിടുന്ന് വരുന്ന കാർഷികോൽപ്പന്നങ്ങളാണ് നമ്മുടെ ഭക്ഷണ സംവിധാനത്തെ നിലനിർത്തുന്നത്. അപ്പോൾ കേരളം പുതിയ അണക്കെട്ട് പണിയുമ്പോൾ പുതിയ കരാർ ഉണ്ടാക്കേണ്ടി വരും. ആ കരാർ വ്യവസ്ഥകൾ തമിഴ്നാടിന് സ്വീകാര്യമാവണമെന്നില്ല. വെള്ളം കിട്ടുമെന്ന് ഉറപ്പില്ല. അത്തരമൊരു പശ്ചാത്തലത്തിൽ തമിഴ്നാട് അവരുടെ നന്മയെ കരുതി ഇതിനെ എതിർക്കുന്നു. പക്ഷേ നമ്മുടെ സുരക്ഷയെ കരുതി നമ്മൾ നിലപാടെടുക്കേണ്ടതിന് പകരം നമ്മൾ എക്കാലത്തും നമ്മുടെ താല്പര്യം ഹരിക്കുന്ന തരത്തിൽ നിലപാടാണ് എടുത്തത്. വലിയ ചതിയുടെ ഒരു കഥ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മറുനാടൻ സ്പെഷ്യലിൽ ഞെട്ടിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് കൊടുത്തിരുന്നു. ഈ മുല്ലപ്പെരിയാർ വിഷയത്തിന് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച ഡോക്ടർ KS പ്രകാശിൻ്റെതായിരുന്നു ഈ അഭിമുഖം. അത് ഞെട്ടിക്കുന്ന പല കാര്യങ്ങൾ വെളിപ്പെടുത്തി. അതിൽ ചിലത് ഞാൻ പറയാം. 2015 കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവുണ്ടായിരുന്നു, തമിഴ്നാട് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 13% കേരളത്തിന് അർഹതപ്പെട്ടതാണെന്ന്. ഈ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. വെള്ളമാണല്ലോ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചു. പിന്നീട് അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഈ 13% നമ്മൾ ഇതുവരെ കൈപ്പറ്റിയിട്ടില്ല. ഏതാണ്ട് 11 വർഷമായി 1500-2000 കോടി രൂപ നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. നമുക്കത് അർഹതപ്പെട്ടതാണ്, നമ്മൾ ക്ലെയിം ചെയ്തിട്ടില്ല. 1970 ഈ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ പുതുക്കുന്നത് അച്യുതമേനോന്റെ കാലത്ത്. ആ പുതുക്കലാണ് 999 ആക്കിയ വിവാദം ഉണ്ടാകുന്നത്. അതെല്ലാം 30 വർഷം കൂടുമ്പോഴും പുതുക്കണം എന്നതിലുണ്ട്. മുല്ലപ്പെരിയാർ കരാർ തുടരണം, പക്ഷേ 30 വർഷം കൂടുമ്പോൾ പാട്ടക്കരാർ പുതുക്കണം, പാട്ടത്തുക പുതുക്കണം. 2000 പുതുക്കേണ്ടതാണ്, പുതുക്കിയിട്ടില്ല. 26 വർഷമായി. ഈ 56 വർഷവും നമുക്ക് കിട്ടുന്ന നക്കാപ്പിച്ച 56 വർഷം മുമ്പ് തീരുമാനിച്ചിരിക്കുന്ന നിരക്കിലാണ് ഇപ്പോഴും കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഖനിയടി വെള്ളം നമ്മൾ വാങ്ങാൻ 7 രൂപ 75 പൈസ കൊടുക്കുമ്പോൾ നമ്മൾ ഇത്രയും വെള്ളം കൊടുക്കുന്നതിന് അവരോട് വാങ്ങുന്നത് 1/4 പൈസ പോലുമില്ല. ഈ കാലയളവിൽ 56 വർഷത്തെ കുടിശ്ശിക എത്ര രൂപയാവും? 15,000 കോടിയെങ്കിലും കിട്ടാനുണ്ടാവും. മുല്ലപ്പെരിയാർ പാട്ടക്കരാറിൽ 30 രൂപയാണ് ഒരേക്കർ ഭൂമിക്ക് നമ്മൾ വാങ്ങുന്നത്. 30 രൂപ. 56 വർഷമായിട്ട് പുതുക്കിയിട്ടില്ല. 70 കരാറാണ്. ഏതാണ്ട് 75,000 രൂപ ഒരേക്കറിന് വാങ്ങണമെന്നാണ്
വനം വകുപ്പ് റിപ്പോർട്ട് ചെയ്തത്. എത്ര ലക്ഷം കോടി നമുക്ക് കിട്ടേണ്ടതാണ്. ശിരുവാണിയും പറമ്പക്കുളത്തെയും വെള്ളം നമ്മൾ കൊടുക്കുന്നു, പണം വാങ്ങുന്നുണ്ടോ? കരാറുണ്ടോ? ഒന്നുമില്ല. അതായത് അടിമുടി തട്ടിപ്പാണ്. ശതകോടികളാണ് നമ്മുടെ ഖജനാവിന് നഷ്ടം. ഇത് മുഴുവൻ തമിഴ്നാട് ലാഭമാക്കി കൊണ്ടുപോകുന്നു. വെള്ളം കൊടുക്കുന്നതിന് പണം വാങ്ങണ്ടേ? കറണ്ട് കൊടുത്തോട്ടെ, പണം വാങ്ങണ്ടേ? നമ്മുടെ ഭൂമിയിലൂടെ അവർ വെള്ളം സൂക്ഷിക്കുകയും വെള്ളം കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ അതിന് നമുക്ക് ന്യായമായ വില കിട്ടേണ്ട 56 വർഷം മുമ്പത്തെ വിലയാണോ കിട്ടേണ്ടത്? അടിമുടി തട്ടിപ്പാണ്. തട്ടിപ്പും വഞ്ചനയും മാത്രമാണ്. ഇതിന് ലാഭമുണ്ടാക്കാൻ നമ്മുടെ നേതാക്കന്മാരാണ്. തമിഴ്നാടിനെ കുറ്റം പറയാൻ ഞാനില്ല. അവർ അവരുടെ താല്പര്യം സംരക്ഷിക്കും അഴിമതിയില്ലാതെ. പക്ഷെ ഇവിടെ കൈക്കൂലിക്ക് വഴങ്ങുന്ന നമ്മുടെ നേതാക്കന്മാർ മാറി മാറി വന്ന് നമ്മുടെ നാടിനെ മുക്കിക്കൊല്ലാൻ പോവുകയാണ്. മുല്ലപ്പെരിയാർ ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിട്ടുണ്ട് ആ പോഡ്കാസ്റ്റ്. നിങ്ങളതൊന്ന് മറക്കാതെ കാണണമെന്ന് അപേക്ഷിക്കുന്നു.